കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് 10 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകിയെന്ന് മോഡി വീഡിയോ കോൺഫറൻസിലൂടെ ആഞ്ഞടിച്ചതിന് പിന്നാലെ പ്രിയങ്ക ഒരു തെളിവെടുത്ത് പുറത്തിടുകയാണ്. അതും സുപ്രീം കോടതി മോദിയെ പഞ്ഞിക്കിടുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. അതിലാദ്യം പ്രിയങ്ക പറഞ്ഞ കാര്യം എടുത്തു നോക്കിയാൽ അത് തൊഴിലിന് മുൻപേ എഴുതേണ്ട പരീക്ഷയെ കുറിച്ചാണ്. 1-2 രൂപയല്ല പരീക്ഷാ ഫീസായി കെട്ടേണ്ടത്. 18% GST അടക്കം SC/ST മാത്രം 700 രൂപയ്ക്ക് മുകളിൽ നൽകണം. ഇനി OBC വിഭാഗമോ 1000 രൂപയ്ക്ക് മുകളിലും. അവിടെയും GST 18%. ഒരു തൊഴിലുമില്ലാത്ത തൊഴിൽ തേടാനായുള്ള പരീക്ഷാ ഫീസ് കണ്ട് കണ്ണ് തള്ളുകയാണ് യുവാക്കൾ. ഇനി ഇവിടെ നടത്തിയ പരീക്ഷയിലെ ചോദ്യപേപ്പർ ഒന്ന് ചോർന്നാലോ അടച്ച ഫീസും മെനക്കെട്ട് എഴുതിയ പരീക്ഷയും എല്ലാം തന്നെ റദ്ദ് ചെയ്യുകയും ചെയ്യും. വീണ്ടും കെട്ടണം ഭാരിച്ച തുക ഫീസായിട്ട്. അതായത് പരീക്ഷാ ഫോമുകൾക്ക് നികുതി ചുമത്തുന്നതിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിട്ടാണ് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തുന്നത്. യുവാക്കൾക്ക് ജോലി നൽകാൻ കഴിയുന്നില്ലെങ്കിലും അവരിൽ നിന്ന് നികുതി ഈടാക്കാനുള്ള കഴിവുണ്ട് എന്നും പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട്. സുൽത്താൻപൂരിലെ കല്യാൺ സിംഗ് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 18% GST ഈടാക്കുന്നതിന്റെ ഒരു ഫോമാണ് പ്രിയങ്ക പങ്കുവച്ചത്. ഫോമിൽ ജനറൽ OBC വിദ്യാർത്ഥികൾക്ക് 180 രൂപ GST ഉൾപ്പെടെ 1180 രൂപയാണ് ഫീസ്. ഇനി SC/ST വിദ്യാർത്ഥികൾക്ക് 180 രൂപ GST അടക്കം 708 രൂപയുമാണ് ഫീസ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രിയങ്ക ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഫോം പൂരിപ്പിച്ച ശേഷം സർക്കാരിന്റെ അനാസ്ഥ കാരണമോ അല്ലാതെയോ പരീക്ഷാ പേപ്പർ ചോർന്നാൽ യുവാക്കൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് പ്രിയങ്ക പറയുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്നതിനായി പലതും ത്യജിച്ച് രക്ഷിതാക്കൾ സ്വരുക്കൂട്ടുന്ന തുക കേന്ദ്രം വരുമാന മാർഗമാക്കുകയാണ് എന്ന്, അങ്ങനെ ഖജനാവ് നിറക്കുകയാണ് എന്നുമാണ് പ്രിയങ്ക വിമർശിക്കുന്നത്. യുവാക്കളുടെ സ്വപ്നവും കേന്ദ്രത്തിന്റെ വരുമാന സ്രോതസ്സായി. യുവാക്കളിൽ നിന്ന് ഇത്തരത്തിൽ പണം ഈടാക്കുന്നത് മുറിവിൽ ഉപ്പ് തേക്കുന്നതിന് സമാനമാണ് എന്ന് പ്രിയങ്ക പറഞ്ഞു വെക്കുമ്പോൾ അടുത്ത അടി സുപ്രീം കോടതിയാണ് നൽകുന്നത്. ദീർഘകാലത്തേക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ താൽക്കാലിക ജീവനക്കാരെ നിർത്തുന്ന രീതിക്കെതിരെയാണ് സുപ്രീം കോടതി മോദിക്കെതിരെ തിരിഞ്ഞത്. തൊഴിലാളികളുടെ വിവിധ അവകാശങ്ങളുടെ ലംഘനമാണ് ഇതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് വിക്രം നാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് വിമർശിച്ചത്. അതും 14 മുതൽ 20 വർഷം വരെ കേന്ദ്ര ജല കമ്മീഷനിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചില തൊഴിലാളികൾക്ക് ജോലി സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് മോദി ചെയ്തില്ല എങ്കിൽ ആ പണി കോടതി നിർവഹിക്കുമെന്ന തരത്തിൽ ഈ സ്ഥിരപ്പെടുത്തൽ നടത്തിയത്. ഇതോടെ മോദിയുടെ 1.5 കൊല്ലത്തെ 10 ലക്ഷം എന്ന ഒരു വലിയ പരിപാടി വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോൾ ഇവിടെയുണ്ട്. ഇത് ചെറിയൊരു കടയാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.